ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പെൺമക്കളുടെ വിവാഹത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഭഗവാന്റെ പുത്രന്മാരുടെ വിവാഹത്തെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഇനി നമുക്ക് പെൺകുട്ടികളുടെ വിവാഹത്തെ പറ്റി ഒന്ന് നോക്കാം. എല്ലാവരും ഭഗവാന്റെ മകളുടെ വിവാഹത്തിന് പങ്കെടുക്കണം. ഹരേ കൃഷ്ണ. ഭഗവാനും സത്യഭാമയ്ക്കും ഒരു പുത്രിയുണ്ട്. ആ പുത്രിയുടെ പേര് സുന്ദരി എന്നാണ്. പേര് പോലെ തന്നെ അത്യസുന്ദരിയാണ് കൃഷ്ണപുത്രി. ദുര്യോധനന്റെ പുത്രനായ ലക്ഷണനെ കൊണ്ട് സുന്ദരിയെ വിവാഹം കഴിപ്പിക്കണമെന്ന് ബലരാമൻ തീരുമാനിക്കുകയും അങ്ങനെ ആ വിവാഹം നിശ്ചയിക്കുകയും ചെയ്തു. കൃഷ്ണന് പക്ഷേ ഇതൊട്ടും ഇഷ്ടമായിരുന്നില്ല. പക്ഷേ ജ്യേഷ്ഠനാണ് നിശ്ചയിച്ചത്, ഒന്നും എതിരു പറഞ്ഞതുമില്ല. കൃഷ്ണന്റെയും സത്യഭാമയുടെയും പുത്രിയാണ് സുന്ദരി. കൃഷ്ണന്റെ സഹോദരിയായ സുഭദ്ര. സുഭദ്രയ്ക്കും അർജുനനും ഒരു പുത്രനുണ്ട്. ആ പുത്രന്റെ പേര് അഭിമന്യു എന്നാണ്. അതിസുന്ദരനായ പുത്രനാണ്. വിവാഹപ്രായം എത്തിയിരിക്കുന്നു. കൃഷ്ണന്റെയും സത്യഭാമയുടെയും സുഭദ്രയുടെയും ആഗ്രഹം അഭിമന്യുവിനെ കൊണ്ട് സുന്ദരിയെ വിവാഹം കഴിപ്പിക്കണമെന്നാണ്. കുട്ടികള് ചെറുപ്പമായിരുന്ന സമയത്ത്, അതായത് അഭിമന്യുവും സുന്ദരിയും ചെറുപ്പമായിരുന്ന സമയത്ത് അമ്മമാരായ സുഭദ്രയും സത്യഭാമയും തമ്മിൽ തങ്ങളുടെ മക്കളെ തമ്മിൽ പരസ്പരം വിവാഹം കഴിപ്പിക്കാം എന്ന ഒരു സത്യം ചെയ്തിരുന്നതുമാണ്. ഈ സത്യം ഈ കുട്ടികൾ അറിയുകയും അവരുടെ മനസ്സിൽ അങ്ങനെ ആഗ്രഹം ഉണ്ടാവുകയും ചെയ്തിരുന്നു. പക്ഷെ ഇവിടെ ബലരാമൻ എല്ലാം തീരുമാനിച്ചിരിക്കുന്നു. ആരുമൊന്നും മിണ്ടിയതുമില്ല. അങ്ങനെ സുന്ദരിയുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം ആരറിയുന്നു? അഭിമന്യു അറിയുന്നു. ആ സമയത്ത് പാണ്ഡവര് ചൂതുകളിയിൽ തോറ്റിട്ട് വനവാസം ചെയ്യുന്ന കാലമാണ്. അങ്ങനെ സുന്ദരിയുടെ വിവാഹം നടക്കാൻ പോകുന്ന വിവരം അഭിമന്യു അറിയുകയും ദുര്യോധനന്റെ പുത്രനായ ലക്ഷണനാണ് സുന്ദരിയെ വിവാഹം കഴിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് സുന്ദരിയെ വേളി കഴിക്കണം എന്ന് നിശ്ചയിച്ചിട്ട് അഭിമന്യു ഒറ്റയ്ക്ക് ദ്വാരകയിലേക്ക് പോകുന്നു. വനത്തിലൂടെ നടന്നാണ് പോകുന്നത്. അങ്ങനെ ആ യാത്രയുടെ ഇടയിൽ അഭിമന്യു ക്ഷീണിതനാവുകയും അല്പസമയം വിശ്രമിക്കാമെന്ന് കരുതി ഒരു പാറയുടെ മുകളിൽ കിടന്ന് ഉറങ്ങുകയും ചെയ്തു. ഒരു മനുഷ്യൻ ആ കാട്ടിൽ വന്നിരിക്കുന്നു എന്ന് മണം കൊണ്ട് തിരിച്ചറിഞ്ഞ ഒരു രാക്ഷസൻ അവിടെ എത്തി അഭിമന്യുവിനെ യുദ്ധത്തിന് വിളിച്ചു. അങ്ങനെ ഇവര് തമ്മില് യുദ്ധമായി. ആ യുദ്ധത്തിൽ ആരും ജയിക്കുന്നുമില്ല, തോൽക്കുന്നുമില്ല. അപ്പോൾ ആ രാക്ഷസന് ഒരു സംശയം തോന്നുകയും നീ ആരാണ് എന്ന് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ അഭിമന്യു, എന്തിനാണ് എൻ്റെ ഊരും പേരുമൊക്കെ അറിയുന്നത്? യുദ്ധം ചെയ്താൽ പോരെ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ രാക്ഷസൻ പറയുകയാണ്, പാണ്ഡവരിൽ അതിബലവാനായ ഭീമസേനന്റെ പുത്രൻ ഘടോൽക്കജനാണ് ഞാൻ. അങ്ങനെയുള്ള എന്നോട് ഇത്ര ധീരമായി പോരാടുന്ന നീ ആരാണ് എന്ന് സംശയം തോന്നിയത് കൊണ്ട് ചോദിച്ചതാണ് എന്ന് പറയുന്നു. അഭിമന്യു അത് കേട്ടതും പെട്ടെന്ന് തന്നെ യുദ്ധം നിർത്തുകയും ഘടോൽക്കജന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് പറയുകയാണ്, ജ്യേഷ്ഠ ക്ഷമിക്കണം, ഞാൻ പാർത്ഥന്റെ പുത്രൻ അഭിമന്യുവാണ്. എൻ്റെ അവിവേകം ക്ഷമിക്കണമെന്ന് പറയുന്നു. അനുജ എന്ന് വിളിച്ചുകൊണ്ട് ഘടോൽക്കജൻ അവനെ വാരി എടുത്ത് ഗാഠമായി പുണരുകയും അതിനുശേഷം ഏകനായി നീ എവിടെ പോകുന്നു എന്ന് ചോദിക്കുകയും ചെയ്തു. അങ്ങനെ അഭിമന്യു തൻ്റെ യാത്രയുടെ ഉദ്ദേശമെല്ലാം വിസ്തരിച്ചു തന്നെ ഘടോൽക്കജനോട് പറയുന്നു. അപ്പോൾ ഘടോൽക്കജൻ പറയുകയാണ്, കൊച്ചനുജ നീ പേടിക്കണ്ട, ദുര്യോധനനെയും കൂട്ടുകാരെയും ഓടിച്ചിട്ട് സുന്ദരിയെ നിന്നെ കൊണ്ട് ഞാൻ വേളി കഴിപ്പിക്കും, നിന്റെ കൂടെ ഞാനും വരാം എന്ന് പറയുന്നു. അതിനുശേഷം അവര് ഘടോൽക്കജന്റെ മാതാവായ ഹിഡുംബിയെ ചെന്നു കണ്ടു വേണ്ട അനുഗ്രഹങ്ങളെല്ലാം വാങ്ങി രണ്ടുപേരും കൂടി യാത്ര തുടരുകയും ചെയ്തു. അങ്ങനെ കുറച്ചു ദൂരം ചെന്നപ്പോൾ നാഗയക്ഷനെ പോലെയുള്ള ഒരു അതികായൻ അവരുടെ വഴി തടുത്ത് രണ്ട് പർവ്വതങ്ങളിൽ ചവിട്ടി കവച്ചു നിൽക്കുന്നു. അത് കണ്ടപ്പോൾ ഘടോൽക്കജൻ പറയുകയാണ്, ഹേ പാതാള നിശാചര, വഴിയിൽ നിന്നും മാറി നിൽക്കൂ, ഞങ്ങളൊന്ന്
പോകട്ടെ എന്ന്. അപ്പോൾ ആ യുവാവ് പറയുകയാണ്, എനിക്ക് മാറി നിൽക്കാനൊന്നും പറ്റില്ല, വേണമെങ്കിൽ എൻ്റെ കാലിൻ്റെ ഇടയിൽ കൂടി പൊയ്ക്കൊള്ളുക എന്ന്. ഇത് കേട്ടതും അവരെല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കമായി. പിന്നീട് അത് യുദ്ധത്തിലേക്ക് കലാശിക്കുകയും ചെയ്തു. അങ്ങനെ ആ യുദ്ധത്തിന്റെ ഇടയിൽ ആ യക്ഷൻ പറയുകയാണ്, ഞാൻ പാണ്ഡുപുത്രനായ അർജുനന് ഉലൂപിക എന്ന നാഗവനിതയിൽ ഉണ്ടായ ഇരവാൻ എന്ന പുത്രനാണ്. നിങ്ങൾ ആരാണ് എന്ന് വിളിച്ചു ചോദിക്കുന്നു. അപ്പോഴേക്കും അഭിമന്യു യുദ്ധം നിർത്തുകയും ഇരവാന്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് പറയുകയും ചെയ്തു, ജ്യേഷ്ഠ, ഞാനും അർജുനന്റെ പുത്രനാണ്, എൻ്റെ പേര് അഭിമന്യു. ശ്രീകൃഷ്ണ സഹോദരിയായ സുഭദ്രയാണ് എൻ്റെ അമ്മ. ഇദ്ദേഹം നമ്മുടെ ജ്യേഷ്ഠനാണ്, ഭീമസേനന്റെ പുത്രൻ ഘടോൽകചൻ എന്ന്. അപ്പോൾ ഇരവാൻ ഘടോൽകചന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. അതിനുശേഷം ഇവർ രണ്ടുപേരും എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യം ഇരവാന് മനസ്സിലാകുന്നു. അതിനുശേഷം ഉലൂപിക പുത്രൻ ഇരവാൻ ധൈര്യപ്പെടുത്തുന്നു അവരെ. അനുജ, ഒട്ടും ഭയപ്പെടേണ്ട, നമ്മുടെ പിതാക്കന്മാർ കാട്ടിലാണ് എന്ന് വിചാരിച്ച് ഒട്ടും വിഷമിക്കേണ്ട. സുന്ദരീരത്നമായ സുന്ദരിയെ എൻ്റെ അനുജനെ കൊണ്ട് ഞങ്ങൾ വിവാഹം കഴിപ്പിക്കും. ഞാനും ജ്യേഷ്ഠൻ ഘടോൽകചനും ഉണ്ടെങ്കിൽ കൗരവരെ എല്ലാം കൊന്നുകളയുക തന്നെ ചെയ്യും. അതിനുള്ള സാമർഥ്യം പിതാക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്കുണ്ട്, ഞാനും വരാമെന്ന് പറയുന്നു. അങ്ങനെ 3 പേരും കൂടി യാത്ര തുടരുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് പടർന്നു പന്തലിച്ചു നിന്ന ഒരു വൃക്ഷത്തെ കാണുകയും ഇരവാൻ ഒരു വാള് കൊണ്ട് ആ വൃക്ഷത്തിന്റെ നേരെ വീശുകയും ചെയ്തു. അങ്ങനെ വെട്ടിയപ്പോൾ പ്രധാനപ്പെട്ട 5 കൊമ്പുകളും തായ്തടിയും ഒഴിച്ചിട്ടുള്ള എല്ലാ കൊമ്പുകളും ഇലച്ചില്ലകളുമെല്ലാം അറ്റ് താഴെ വീണു. അപ്പോൾ ഇരവാൻ പറയുകയാണ്, യുദ്ധം വരാൻ പോകുന്നു. ആ യുദ്ധത്തിൽ കൗരവ പാണ്ഡവ യുദ്ധത്തിന്റെ നേർചിത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ തായ്തടി സാക്ഷാൽ പരമാത്മാവായ ശ്രീകൃഷ്ണനും ഈ 5 കൊമ്പുകൾ നമ്മുടെ പിതാക്കന്മാരുമാണ്. ആ കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ബാക്കി എല്ലാം സർവവും ആ യുദ്ധത്തിൽ നശിക്കുമെന്ന് പറയുന്നു. അത് കണ്ടതും എല്ലാവർക്കും അത് സത്യമാണ് എന്ന് തോന്നുകയും ചെയ്തു. അങ്ങനെ ജ്യേഷ്ഠാനുജന്മാർ 3 പേരും കൂടി ദ്വാരകയിൽ എത്തുകയും ചെയ്തു. ദൂരെ വെച്ച് തന്നെ സത്യഭാമ അഭിമന്യുവിനെ കാണുകയും സത്യഭാമയ്ക്ക് വളരെയധികം സന്തോഷമുണ്ടാവുകയും ചെയ്തു. വിവാഹം നടക്കാനുള്ള മുഹൂർത്തമൊക്കെ അടുത്തിരിക്കുന്നു. കൗരവരെല്ലാവരും ബന്ധുമിത്രാദികളും എല്ലാവരും ആ വിശാലമായ മണ്ഡപത്തിൽ വന്ന് ഇരിക്കുന്നുണ്ട്. കൃഷ്ണൻ പക്ഷെ അവിടെ എങ്ങുമില്ല, അന്തഃപുരത്തിൽ എവിടെയോ ആണ്. പുരോഹിതൻ താലി പൂജിച്ച് ദീപത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കുകയും ചെയ്തു. അഭിമന്യു യാതൊരു ഭയവുമില്ലാതെ മുമ്പോട്ട് വരികയും മണവാള വേഷം ചമഞ്ഞിരിക്കുന്ന ലക്ഷണനെ ബന്ധിക്കുകയും അങ്ങനെ ലക്ഷണനെ അവിടെ നിന്നും മാറ്റി നിർത്തിയിട്ട് സുന്ദരിയുടെ കഴുത്തിൽ താലി അണിയിക്കുകയും ചെയ്തു. അത് കണ്ടതും ആകെ അവിടെ ഒരു ബഹളമായി. ഇരവാനും ഘടോൽകചനും കൂടി കൗരവന്മാരെയെല്ലാം തല്ലി ഓടിച്ചു. അതോടുകൂടി ദ്വാരകയിൽ ഒരു യുദ്ധത്തിന്റെ പ്രതീതി ഉണ്ടായി. എങ്കിലും എല്ലാം പെട്ടെന്ന് തന്നെ ശാന്തമായി. സുന്ദരിയെ ഒരു രഥത്തിൽ കയറ്റിയിട്ട് അഭിമന്യുവും ഘടോൽകചനും ഇരവാനും കൂടി നേരെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോവുകയും ചെയ്തു. ഈ സമയത്ത് കൃഷ്ണൻ അവിടെ എങ്ങും ഉണ്ടായിരുന്നില്ല. പിന്നീട് കുറച്ചു കാലം കൂടി ഈ 2 സഹോദരന്മാരും, അതായത് ഘടോൽകചനും ഇരവാനും ഇന്ദ്രപ്രസ്ഥത്തിൽ താമസിക്കുകയും അഭിമന്യുവിനും സുന്ദരിക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകിയതിനു ശേഷം ഇനി യുദ്ധത്തിൽ കാണാം എന്ന് പറഞ്ഞ് പിരിയുകയും ചെയ്തു. ഈ വിവരമെല്ലാം പറഞ്ഞ ബലരാമന് വളരെയധികം ദേഷ്യം തോന്നിയെങ്കിലും കൃഷ്ണൻ തന്റെ സാമർഥ്യം കൊണ്ട് ബലരാമനെ സമാധാനപ്പെടുത്തുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഒരു മായ തന്നെയാണിത്. കാരണം തന്റെ സഹോദരിയായ സുഭദ്രയെ അർജുനനെ കൊണ്ട് രഹസ്യമായി വിവാഹം കഴിപ്പിച്ചതും കൃഷ്ണൻ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. പാണ്ഡവരുടെ അജ്ഞാതവാസത്തിന്റെ അവസാന കാലഘട്ടത്തിൽ വിരാട രാജാവിന്റെ പുത്രിയായ ഉത്തരയെ പിന്നീട് അഭിമന്യു വിവാഹം കഴിക്കുകയും ചെയ്തു. അതോടുകൂടി അഭിമന്യുവിന് 2 ഭാര്യമാരാണ്. അതായത് ഒന്ന് ശ്രീകൃഷ്ണന്റെ പുത്രി സുന്ദരി, രണ്ടാമത്തെ ഭാര്യ ഉത്തര. സുഭദ്രയെ ദുര്യോധനനെ കൊണ്ട് വേളി കഴിപ്പിക്കണമെന്ന്
ബലരാമൻ ആഗ്രഹിച്ചു. അവസാനം അത് നടന്നില്ല. കൃഷ്ണന്റെ പുത്രിയായ സുന്ദരിയെ കൊണ്ട് ദുര്യോധനന്റെ പുത്രൻ ലക്ഷണനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു. അവസാനം അതും നടന്നില്ല. ഇതെല്ലാം ഭഗവാന്റെ ലീലകളാണ് എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. ഇതാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പുത്രിയായ സത്യഭാമയുടെയും പുത്രിയായ സുന്ദരിയുടെ വിവാഹ വിശേഷങ്ങൾ. ഭഗവാന്റെ പത്നിയായ രുക്മിണീ ദേവിയുടെയും ഭഗവാന്റെയും പുത്രനാണ് പ്രദ്യുമ്നൻ. പ്രദ്യുമ്നന്റെ കഥ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ്. പ്രദ്യുമ്നന്റെ ഇളയ സഹോദരിയാണ് ചാരുമതി എന്ന ചാരുരൂപിണി. അതായത് കൃഷ്ണന്റെയും രുക്മിണിയുടെയും മകൾ ചാരുമതി. ചാരുമതിയെ വിവാഹം കഴിച്ചത് കൃതവർമാവിന്റെ പുത്രനാണ്. ഇതൊക്കെയാണ് ഭഗവാന്റെ പുത്രിമാരുടെ വിശേഷങ്ങൾ. പ്രധാനപ്പെട്ട പുത്രിമാരുടെ വിശേഷങ്ങളാണ് ഭാഗവതത്തിൽ ഇപ്രകാരം വർണ്ണിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഈ ഭാഗം നന്നായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കൊച്ചുണ്ണികൃഷ്ണനായി നമ്മുടെ മുമ്പിൽ ഓടി നടന്നിരുന്ന കൃഷ്ണൻ, ആ കൃഷ്ണന്റെ പുത്രിമാരുടെയും പുത്രന്മാരുടെയും വിവാഹമായി. കൃഷ്ണൻ അപ്പൂപ്പനായി. കഴിഞ്ഞ 1.5 മാസം കൊണ്ട് ഭഗവാന്റെ ജീവിതത്തിലൂടെ നമ്മൾ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. എല്ലാവരും ഭഗവാനെ സ്നേഹിക്കുക, നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.